പരിചയപ്പെടുത്തി ബാക്കി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും വന്നിരിക്കാം, ചെടിക്ക് വെള്ളം ഒഴിക്കാം. വൈറ്റ് റോസ് ഒന്നും സ്പീഡിലാണ്, ഇനി വാ ഇങ്ങോട്ട്. ഇവിടെ ഒരു പ്രത്യേക തരം കോഴിയുണ്ട്, അതിന്റെ സ്റ്റാർട്ടാക്കിയിരുന്നോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആരുടെ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നതെന്ന്. എൻ്റെ പുതിയ ഫാമിലി മെമ്പേഴ്സിനെയും പുതിയ വീടും സ്ഥലവും എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താം. ലെറ്റ്സ് ഗോ. അപ്പൊ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് കേറിയതേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഒരാളെ പരിചയപ്പെടാമേ. ജൂലി. തോക്കല്ലേ ഇതാണ് ഞങ്ങളുടെ ജൂലി. ഓക്കെ, ജൂലി. ജൂലി സിറ്റ്. ജൂലി ഗോ ഇൻസൈഡ്. ഞാൻ തോട്ടെ ജൂലി, നിനക്ക് അടിക്കല്ലേ, എനിക്ക് പേടിയാ. ഓക്കെ, അപ്പോ ഇതാണ് എൻ്റെ അനിയത്തി അമ്മു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ഹോം ടൂറൊക്കെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞങ്ങളുടെ ചെറിയൊരു ഗാർഡൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവിടെ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതെൻ്റെ അടുത്ത ഹാങ്ങിങ് പ്ലാന്റ്. ഇങ്ങോട്ട് കണ്ടോ, ഇത് ഒരെണ്ണം ഞങ്ങൾ ഇട്ട് വെറുതെ. ഇതൊക്കെ നന്നായിട്ട് അങ്ങ് കിഴിച്ച് കയറി. ഇവിടെ മഴയും വെയിലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് 2 ദിവസം മുമ്പ് ചെയ്ത പരിപാടിയാണ്. ഇത് ഇന്നലെ ഞങ്ങൾ ചെയ്തത്. ഇത് എന്താണെന്ന് അറിയോ? ഇത് ഞങ്ങളുടെ കല്യാണ ബൊക്കയിലെ പൂവെടുത്ത് വെച്ചിട്ട്. ഇതാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട്. അപ്പം ഒരുപാട് ചെടികൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട്, നോക്കിയേ കാണിച്ച്. ഇത് കട്ടിങ് ഒരുപാട് പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ ഹോളിൽ എത്തിയിട്ടുണ്ട്. ഹോളിലിപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കാം. ഫസ്റ്റ് TV ആണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ 2 ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഇവിടുത്തെ പള്ളിയിൽ നിന്ന്, ഇഞ്ചിക്കാട് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇതെൻ്റെ മമ്മി പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന്, മാർ ബസേലിയോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ, അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇവിടെ ഒരു ഷോ കേസ്, ഞങ്ങളുടെ കലണ്ടർ, ഫോട്ടോ ഫ്രെയിംസ്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ട്രോഫീസ് ഉണ്ട്. ഇതൊക്കെ ആർക്ക് കിട്ടിയതാണെന്ന് നോക്കാം. സിനിറ്റ SAG ഫുൾ A+, സിനിറ്റ SAG ഫുൾ A+, സ്പെൻസർ, ഇത് വീണ്ടും MDGHS,
വീണ്ടും ഇതെല്ലാം സിനിറ്റ സജിയുടെ ആണ് ഗൈസ്. സിജിൻ ടി സജിയുടെ ഒരു ട്രോഫി പോലും ഇവിടെ എങ്ങും കാണുന്നില്ല. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചേക്കുമായിരിക്കും. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് പപ്പയുടെ മമ്മിയുടെ റൂം. പിന്നെ ഇത് കോമൺ വാഷ്റൂമാണ്. പിന്നെ ഇതാണ് അമ്മുവിൻ്റെ റൂം. ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അമ്മു ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഉണ്ട്. അയ്യോ, This is my room. ഓക്കെ. നമ്മുടെ വ്യൂവേഴ്സിന് നിന്റെ റൂമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. ഇതാണ് എന്റെ കെട്ടില്. എല്ലാരും പറയുന്നത് കെട്ടി ഉറക്കം. അപ്പൊ ഇതാണ് എന്റെ sleeping bed. ഇതാരാ ഇരിക്കുന്നത്? ഇതാണ് എന്റെ 2 TPS. പേരൊക്കെ ഉണ്ട് കേട്ടോ. എന്തുവാ പേര്? മിക്കു. പിക്കു കേക്കണ്ട. ആ പിക്കോ ഇത് എന്റെ പിക്കോ. ഓ, ഇതെല്ലാം ഫോട്ടോസ് ആണ്. ഫോട്ടോ ഇവരുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഫോട്ടോസ്. ഇതെല്ലാം ഞാൻ ബർത്ത്ഡേയുടെ സാധനം ഞാൻ ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. ഓ, നമ്മളുണ്ടാകുന്നില്ല ഇത്. യെസ്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം. ഇതിലെന്റെ ഡ്രസ്സസ് ഒക്കെ ഉണ്ട്. തുറക്കാൻ പറ്റില്ല. തുറന്നാൽ ഇപ്പൊ എല്ലാം കൂടി ഇങ്ങോട്ട് വീഴും. ഇതിലൊക്കെ എന്റെ മേക്കപ്പ് ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ല, പ്രധാനപ്പെട്ട സ്ഥലം എന്ത് ചെയ്യേ? സ്റ്റഡി ടേബിൾ. യെസ്. ഇവിടുന്നാണ് ഞാൻ പഠിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എല്ലാം ഇവിടുന്നാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഇതൊക്കെ ഇവിടുത്തെ മമ്മി തന്നെ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ്. ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണെന്ന് തോന്നുന്നു അമ്മയ്ക്കും പപ്പയ്ക്കും. പിന്നെ എല്ലാ ഗൾഫുകാരുടെയും വീട് പോലെ തന്നെ ഇവിടെ ഒരു ഷോക്കേസ് നിറച്ചും പ്ലേറ്റും ഗ്ലാസും എല്ലാം വെച്ചിട്ടുണ്ട്. കുറേ പുസ്തകങ്ങളുണ്ട് മുകളിൽ. പിന്നെ ഇവിടെയാണ് കിച്ചൺ. ഇനി കിച്ചൺ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ താഴെ ഇത്രയൊക്കെയാണുള്ളത്. ഇനി നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം മുകളിൽ എന്തൊക്കെയാണെന്ന്. ഞങ്ങളുടെ റൂമൊക്കെ മുകളിലാണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ 2 ചെടിയുണ്ട്. പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം, ഒരു ലൈറ്റ്, വീണ്ടും ഒരു ഫോട്ടോ ഫ്രെയിം. വെൽക്കം. അങ്ങനെ മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ ഹോളാണുള്ളത്. ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു വാഷ്റൂമും ഉണ്ട്. പിന്നൊരു TV സ്റ്റാൻഡ്. ഇത് പപ്പയുടെ പഴയ ഫോട്ടോ. ഇതാരാ? അടിപൊളി പോസൊക്കെയാണല്ലോ. പിന്നെന്തുവാ, ഒരു സെറ്റിയുണ്ട്. ഇത് ഗസ്റ്റ് റൂം. ഇത് ഞങ്ങളുടെ റൂം. പിന്നെ ഒരു സോഫയുണ്ട്. ഈ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ മാറ്റാറില്ല, കാരണം ഇവിടെ എല്ലാ മാസവും ഓരോരുത്തരുടെ ബർത്ത്ഡേ വെച്ച് വരാറുണ്ട്. പിന്നെന്താ, ആദ്യം നമുക്ക് ഈ ഗസ്റ്റ് റൂമിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ബെഡും ഒരു അലമാരി, ഒരു മിററും. ഇനി മുകളിൽ
സിറ്റ് ഔട്ടിലോട്ട് പോവാം. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ബാൽക്കണി. ഒരു ചെറിയ ടീപ്പോയും ഒരു കസേരയും പിന്നെ ചെറിയൊരു ഫാനും. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി വ്യൂ. ഇനി എന്തുവാ, ഇനി ആകെ ഈ വീട്ടിൽ കാണാനുള്ളത് ഞങ്ങളുടെ റൂം മാത്രമേ ഉള്ളൂ. ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഈ റൂം ഏറ്റവും ലാസ്റ്റിൽ കാണിക്കാമെന്ന് വെച്ചത്, ഈ റൂം തന്നെ നമ്മൾ ഒരുപാട് 3-4 വീഡിയോസിൽ ഇതിനു മുൻപ് ഈ റൂം കാണിച്ചിട്ടുണ്ട്. അത് തന്നെയുള്ളൂ, വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും എല്ലാവർക്കും ഒന്ന് ഇവിടെ കാണിച്ചു തരാം. അപ്പം ഇവിടെ ഈ സൈഡിലൊരു ചെറിയ ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. പിന്നെ ഇവിടെ ഒരു കർട്ടൻ. ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ മാല. ഒരാളിവിടെ ഉണ്ട്, ഒരാളിത് ഇവിടെ ഉണ്ട്. ഇവർ രണ്ടും ഇപ്പോഴും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങില്ല. പിന്നെ ഇവിടെ ഒരു അലമാരി. പിന്നെ ഇത് ഞങ്ങളുടെ മേക്കപ്പ് മിറർ. പിന്നെ അവിടെ ഒരു വാഷ് ബേസിനും ഒരു വാഷ്റൂമും. അപ്പോൾ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.